പാർലമെന്ററി മര്യാദകൾക്ക് നിരക്കാത്ത പ്രസംഗമാണ് രാഹുൽ ഗാന്ധി നടത്തിയതെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദി എന്ന് എവിടെയും പ്രതിപക്ഷ നേതാവ് പരാമർശിച്ചില്ല. അപമാനകരമായ പരാമർശങ്ങളിൽ 100 കോടി വരുന്ന ഹിന്ദു സമൂഹത്തോട് രാഹുൽ മാപ്പ് പറയണമെന്നും മുൻ കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു. ഹിന്ദുക്കൾ ആക്രമികളും അസത്യവും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നവരുമാണെന്ന് രാഹുലിനെ ആരാണ് പഠിപ്പിച്ചത്? സഹിഷ്ണുതയുള്ള സത്യവും ധർമ്മവും മാർഗമാക്കിയ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മതമാണ് ഹിന്ദുമതം. രാഹുലിന്റെ പ്രസംഗം കേട്ട് കൈയടിച്ച കേരളത്തിൽ നിന്നുള്ള UDF, LDF MP-മാരും മാപ്പ് പറയണം. ഹിന്ദു സമൂഹത്തിന്റെ വോട്ട് നേടി വിജയിച്ചവരാണ് രാഹുൽ ഗാന്ധിയെ പ്രോത്സാഹിപ്പിച്ചതെന്നും വി മുരളീധരൻ ഓർമ്മിപ്പിച്ചു. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് മൗനം പാലിച്ചു. ഇന്ത്യൻ പാർലമെന്റിൽ ഫലസ്തീന് ജയ് വിളിച്ചത് രാഹുൽ കേട്ടില്ലേ എന്ന് മുൻ കേന്ദ്രമന്ത്രി ചോദിച്ചു. മാവോയിസ്റ്റ് ആക്രമണങ്ങളും പാകിസ്ഥാന്റെ പ്രകോപനങ്ങളും രാഹുലിന് വിഷയമല്ല. സ്പീക്കറെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന സമീപനം ഇതാദ്യമായാണ് ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതെന്ന് മുരളീധരൻ ചൂണ്ടിക്കാട്ടി. സ്പീക്കർ അനുമതി നൽകാത്ത ചിത്രങ്ങൾ സഭയിൽ ഉയർത്തിയതും ഭരണഘടനാ പദവി വഹിക്കുന്നയാൾക്ക് യോജിച്ച സമീപനമല്ല. രാഹുലിന്റെ പ്രസംഗം മുഴുവൻ അസത്യങ്ങളായിരുന്നു. രക്തസാക്ഷിത്വം വഹിക്കുന്ന അഗ്നിവീറുകൾക്ക് നഷ്ടപരിഹാരം നൽകില്ലെന്നത് വസ്തുതാവിരുദ്ധമാണ്. 1 കോടി രൂപയാണ് ഓരോരുത്തർക്കും അനുവദിച്ചിട്ടുള്ളത്. കർഷകർക്ക് മിനിമം താങ്ങുവില നൽകുന്നില്ല എന്നതും പച്ചക്കള്ളമാണെന്ന് മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. അതേസമയം ഹിന്ദുക്കളെന്ന് നടിക്കുന്നവർ വെറുപ്പ് പ്രചരിപ്പിക്കുന്നവരാണെന്നായിരുന്നു ഭരണപക്ഷത്തെയും BJP-യെയും ഉന്നമിട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി സഭയിൽ പറഞ്ഞത്. പരമശിവന്റെ ചിത്രത്തിലെ അഭയമുദ്ര ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള തന്റെ ആദ്യ ദീർഘമായ പ്രസംഗം രാഹുൽ ഗാന്ധി ആരംഭിച്ചത്. അഭയമുദ്രയാണ് കോൺഗ്രസിന്റെയും ചിഹ്നം. അഭയമുദ്രയിലൂടെ ഭഗവാൻ തരുന്നത് ആരെയും ഭയക്കരുതെന്ന സന്ദേശമാണ്. എല്ലാ മതങ്ങളും അതാണ് പഠിപ്പിക്കുന്നത്. ഹിന്ദുമതം അഹിംസയുടെയും സത്യത്തിന്റെയും മതമാണെന്നും, എന്നാൽ ഇവിടെ ഹിന്ദുക്കളെന്ന് സ്വയം അവകാശപ്പെടുന്ന ചിലർ വെറുപ്പും ഹിംസയും അസത്യവും പ്രചരിപ്പിക്കുന്നു. ഭരണപക്ഷത്തെ നോക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.